ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി അതിൻ്റെ സ്വർണം പൂശാൻ പോകുന്നു. സ്വർണ്ണപ്പാളികൾ എന്തിനാണ് സ്വർണം പൂശുന്നതെന്ന് ഒരു കാരണവശാലും മനസ്സിലാവാത്ത കാര്യം. ചെമ്പ് പാളികളിൽ സ്വർണം പൂശാം, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തട്ടിപ്പ് ശബരിമലയിൽ നടത്തുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കൊള്ളയല്ലേ ഇതിലൂടെ വെളിവാകുന്നത്? സർക്കാരും ദേവസ്വം ബോർഡും. ശബരിമലയിൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിലേക്ക് ഇടിച്ചു കയറുന്നത് എന്തിനാണ് ആൾക്കാർ? ദേവസ്വം ബോർഡിലേക്ക് ഇടിച്ചു കയറുന്നത് എന്തിനാണ്? ഈ ചക്രക്കുടത്തിൽ കൈയിടാൻ പറ്റുന്നൊരു അവസരമാണ്. ഏറ്റവും കൂടുതൽ അവസരം ദേവസ്വം ഭരണത്തിലാണ്. സത്യത്തിൽ ഞാനിത് പറയുമ്പോഴേ രാമായണത്തിലെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ദേവസ്വം ഭരണാധികാരികളായിട്ട് വരുന്ന ആൾക്കാർ പണ്ട് അവർ മുജ്ജന്മത്തിൽ ശ്വാനന്മാരായിരുന്നു എന്നാണ്. അതിൻ്റെ കാരണമുണ്ട്. ഈ ജനകൻ്റെ സദസ്സിലേക്ക് ഒരു പട്ടി ഒരു പരാതിയായിട്ട് വന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഹിതൻ ഈ പട്ടി നടന്നു പോകുമ്പോൾ ഒരു കാരണമില്ലാതെ ആ പട്ടിയെ ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു. അപ്പോൾ കല്ലേറ് കൊണ്ട് വിഷമിച്ച് ഈ പട്ടി, ഇതൊരു അന്യായമാണ്, തന്നെ ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല, എന്നെ വെറുതെ പോണേ, എന്നെ കല്ലെറിഞ്ഞു, ഇതിനൊരു പരിഹാരം വേണം. അതും ഒരു ക്ഷേത്രത്തിലെ പുരോഹിതൻ, ഒരു ക്ഷേത്രത്തിലെ ആൾ ജനക സദസ്സിലെത്തിയിട്ട് ജനകനോട് പരാതി പറഞ്ഞു എന്നാണ്. അപ്പോൾ ജനകൻ പുരോഹിതനെ വിളിച്ചു വരുത്തി. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ശരിയാണ്, ഈ പട്ടി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പട്ടിയോട് ചോദിച്ചു, എന്താ ശിക്ഷ വേണ്ടേ? നീ പറഞ്ഞ ശിക്ഷ കൊടുക്കാം, ഇയാൾ കാരാഗ്രഹത്തിൽ അടക്കണമെങ്കിൽ അടയ്ക്കാം, എന്താ വേണ്ടേ? അല്ലെങ്കിൽ ഒരു 50 ചാട്ടവാറടി. ഇയാൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്, ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാണ്, ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ആളാണ്. അപ്പോൾ പട്ടി പറഞ്ഞു, അതൊന്നും വേണ്ട, ഇയാളെ അടുത്ത ജന്മവും ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭരണാധികാരിയായിട്ട് നിശ്ചയിച്ചാൽ മതി, അതാണ് അയാൾക്കുള്ള ശിക്ഷ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അധികാരിമാരാകുന്നത് മുജ്ജന്മത്തിൽ ഇതേപോലെ ഉപദ്രവം നടത്തിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികളായിട്ട് വരുന്നവർ മുൻപ് പാപം ചെയ്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ശബരിമലയിൽ നടക്കുന്നത്, ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരമായ കൊള്ളയും കള്ളക്കടത്തുമാണ് നടക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങാണത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളോ നാളിതുവരെ എടുത്ത ചരിത്രമുണ്ടോ? ഈ കഴിഞ്ഞ 2 മാസം മുൻപാണ് നിലയ്ക്കലിൽ ഒരു പെട്രോൾ പമ്പുണ്ട്, അയ്യപ്പ ഫ്യൂൽസ് എന്ന് മറ്റാണ് എൻ്റെ പേര്. 2024 വരെയുള്ള രജിസ്റ്റർ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അവിടെ പെട്രോൾ അടിച്ചതിൻ്റെ കണക്കില്ല. സർക്കാർ വകുപ്പുകൾക്ക് അടിക്കുന്ന പെട്രോൾ എത്രയാണ് എന്നുള്ളതിൻ്റെ കണക്കില്ല. അത് രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അതവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടെത്തിയതും പിടിച്ചതും ഒക്കെ ഓഡിറ്റർ ഡിപ്പാർട്ട്മെൻറ്റാണ്. 24.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ആ കാര്യത്തിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. ആ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞത് സർവ്വ അക്കൗണ്ടും ഡിജിറ്റലൈസ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ആ ഉത്തരവ് ഇടാൻ കാരണം ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ കൊണ്ടാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ മറ്റു ക്ഷേത്രങ്ങൾക്ക് ഇല്ലാത്തൊരു മോണിറ്ററിങ് ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡിന് വരുത്തിയിട്ടുണ്ട്. എന്താ കാരണം അറിയും? നിങ്ങൾ 10 പൈസ എടുക്കണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. എന്താ കാരണം? ഈ ദേവസ്വം ബോർഡ് അഴിമതിയാണെന്ന് ഹൈക്കോടതിക്ക് അറിയാം. ഇപ്പം നോക്കൂ, ഈ കേസ് തന്നെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയി 4 കിലോ കുറഞ്ഞു. ആരാ അറിഞ്ഞത്? അറിഞ്ഞവർ പറഞ്ഞോ? നാട്ടുകാരെ, നമ്മളെപ്പോലുള്ള ഭക്തന്മാരറിയാൻ കാരണം എന്താ? കോടതി ഇടപെട്ടുകൊണ്ടല്ലേ, കോടതിയിൽ ഈ കേസ് വന്നതുകൊണ്ടല്ലേ. കോടതി സ്വമേധ എടുത്ത കേസാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൈക്കോടതി ഇത് സ്വമേധ എടുത്ത കേസാ. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ചെന്നപ്പോൾ ഹൈക്കോടതി ഇത് സ്വമേധയാ നോട്ടീസ് അയച്ച് ഈ വിവരങ്ങൾ തേടിയതാ. ഒരുക്കാൻ കൊണ്ടുപോയി, ഞങ്ങൾ 4 പാളി ഒരുക്കി കഴിഞ്ഞു, ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി എന്നാൽ പഴയ കണക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പഴയ കണക്ക് കൊണ്ടുവന്നപ്പോഴാണ് 4 കിലോ കാണാനില്ല. അത് 4 കിലോ കാണാനില്ലെന്ന് മകസറിലുണ്ടോ? അതില്ല. മകസറിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും കൂടെ പോയോ? ഒരുക്കാൻ പോയിട്ടില്ല. ആരെങ്കിലും മോണിറ്റർ ചെയ്തോ? ആരും പോയിട്ടില്ല. ദേവസ്വം എന്തെങ്കിലും ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ കാണിച്ചോ? ഇല്ല. കുറ്റകരമായ അനാസ്ഥ കാണിച്ചു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഭരണതലത്തിൽ കുറ്റകരമായ അനാസ്ഥ.
ഒരു നിമിഷം ഈ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്ക് ഇതിൽ തുടരാൻ അവകാശമുണ്ടോ ധാർമ്മികമായിട്ട്? ഒരു ദിവസം തുടരാൻ നാണമുണ്ടെങ്കിൽ ഈ ദേവസ്വം ഭരണാധികാരികൾ രാജിവെച്ച് പോണ്ടേ? കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ ചതിച്ചിരിക്കുന്നവര്, കബളിപ്പിച്ചിരിക്കുന്നു, പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു, അഴിമതി മറച്ചു വെച്ചിരിക്കുന്നു. ആരൊക്കെയാണ് അഴിമതിയുടെ കൂട്ടുകാർ? പങ്കാളികൾ ആരാണ്? ഈ അഴിമതിയിൽ പങ്കാളികളായിട്ടുള്ള ആരാ? സർക്കാരും ദേവസ്വം ബോർഡും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അവര് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറല്ല. പത്രക്കാർ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ. അവരപ്പോഴും അയ്യപ്പ സംഗമം കൊണ്ടുവരും. അപ്പോൾ യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിലൂടെ ഈ പാപം മുഴുവൻ കഴിയുകളയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. സത്യത്തിൽ അയ്യപ്പനായിട്ട് നമുക്ക് തുറന്നു കാണിച്ച സംഭവമാണ്. അല്ല, ഇത് വിശ്വാസികളെ കബളിപ്പിക്കാം, പക്ഷെ ഭഗവാനെ കബളിപ്പിക്കാൻ പറ്റുമോ? ഭഗവാന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ ഇവർ ദേവസ്വം ബോർഡിൽ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ അധികാരം ഏൽക്കുന്നത്? അപ്പോൾ ഭഗവാന്റെ മുതൽ കട്ടോട്ട് പോകുമ്പോൾ മറ്റേ കുമാരനാശാന്റെ വരിക ഓർമ്മ, ഇക്കൂട്ടർക്ക് ഈശ്വര ചിന്തയില്ലേ എന്നൊരു ചോദ്യം. അല്ലാതെ ഈ നിയമസഭയിൽ ദൃഢപ്രതിജ്ഞയും ദേവസ്വം ബോർഡിൻ്റെ സ്ഥാനമേൽക്കുമ്പോൾ ഈശ്വര പ്രതിജ്ഞയും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞയും ചെയ്യുന്ന കാപട്യമാണ് ഇവർ കാണിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ. സഖാക്കന്മാർ നിയമസഭയിൽ പോയിട്ട് എടുക്കുമ്പോൾ, ഞാനിപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ അവർ നിയമസഭയിൽ ദൃഢപ്രതിജ്ഞ എടുക്കും. പക്ഷേ അതേ ആളുകൾ ശബരിമലയുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഈശ്വരകമാണ്. കാരണം എന്താ? അവിടെ സ്ഥാനം ഏറ്റെടുക്കാൻ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ എടുക്കണം. ഈ കാപട്യം, ഇതൊരു തികഞ്ഞ കാപട്യമല്ലേ? കള്ളന്മാരാണ്. ഇപ്പോൾ അയ്യപ്പനായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ശരിക്കും ഈശ്വരൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതായത് ഈ അയ്യപ്പൻ നമ്മളോട് കാണിച്ചു തന്നിരിക്കുക, അയ്യപ്പൻ പറഞ്ഞിരിക്കാതെ ഇവർ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, ഇവരെ വിശ്വസിക്കരുത്, ഇവർ സ്വർണ്ണപ്പാളിയത്തെ കട്ടുകൊണ്ടുപോയ ആൾക്കാരാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു വാദം, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്ത് ഇങ്ങനൊരു വിവാദം ഉടലെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എത്രയോ നേരത്തെ ആവാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാവാമായിരുന്നല്ലോ. എന്ത് ഈ സമയത്ത് തന്നെ? അപ്പൊ അയ്യപ്പ സംഗമത്തിന് പോകുന്ന അയ്യപ്പ വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, ഇവർ കള്ളന്മാരാണ്, ഇവർ നടത്തുന്ന പരിപാടിയാണിത്, എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പരിപാടിയാണ്, നിങ്ങളിതിൽ വീഴരുതെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ? ചിലര് കണ്ടാലും കേട്ടാലും പഠിക്കാത്തവർ, കൊണ്ടും പഠിക്കുന്നില്ല, കൊണ്ടിട്ടും പഠിക്കാത്തവർ. പിന്നെ അവരെ എന്ത് ചെയ്യണം? അവരെ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് പറയും. അവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കണം, അവരെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അത്തരത്തിലുള്ള ഒരു കാപട്യം ഈ പരിപാടിയുടെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അയ്യപ്പ സംഗമത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് കരയണോ അതോ ചിരിക്കണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ശീതീകരിച്ച മുറികൾ, പന്തൽ ശീതീകരിച്ചത്, സർവ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അയ്യപ്പ സംഗമം. ഇതൊരു സുഖിക്കാൻ വരുന്നതാണോ? അത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരുന്നതാണോ? സ്പിരിച്വൽ ടൂറിസമാണോ? എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടക്കുന്നത്? താല്പര്യമുള്ളവർക്ക് ശബരിമലയിൽ പോകാമെന്നാണ്. അപ്പൊ താല്പര്യമില്ലാത്തവർ വരുന്നുണ്ടെന്ന് അർത്ഥം. ശബരിമലയോട് താല്പര്യമില്ലാത്തവർ, പണം എറിഞ്ഞ് പണം കൊയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. പണം എറിഞ്ഞ് പണം കൊയ്യാൻ താല്പര്യമുള്ള ഷൈലോക്കിന്റെ മനസ്ഥിതിയുള്ളവർ അവരും ചിലപ്പോൾ വരുന്നുണ്ടാവാം. അവർക്ക് ശബരിമല ഒന്നും ഒരു വിഷയമൊന്നുമല്ല. ഇവിടെ സാധാരണ അയ്യപ്പന്മാര് നടന്ന് 41 ദിവസത്തെ വ്രതം നോക്കി, കഠിന വ്രതം നോക്കി, കല്ലും മുള്ളും ചവിട്ടി ശബരിമലയിൽ കയറുമ്പോൾ ഇപ്പോൾ നിയന്ത്രണമാണ്. ഇന്നും നാളെയും 20,000 പേരിൽ കൂടുതൽ ആൾക്കാർ കയറാൻ പറ്റില്ല എന്നുള്ളൊരു നിയന്ത്രണമൊക്കെ ഉണ്ടെന്നാണ് ഇന്നിപ്പോൾ രാവിലെ പത്രവാർത്തകൾ വരുന്നത്. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. 20,000 പേരിൽ കൂടുതൽ അനുവദിക്കില്ല എന്നാണ്. ആകെ 4,000 പേരെ അവിടെ 5,000 പേരെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 3,500 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം 80,000 കൂടുതൽ ആൾക്കാർക്ക് ശബരിമല വന്ന് പോകാം. പിന്നെ എന്തിനാണ് 20,000 റെസ്ട്രിക്ട് ചെയ്തത്? ആകെ ഇത് 2 ഗുണം കൂട്ടി 25,000 പേരെ വരുള്ളൂ. ബാക്കി ഒരു 60,000 പേർക്ക് എന്തിനാണ് പ്രവേശനം നിഷേധിക്കുന്നത് ഈ ഗവൺമെന്റും ഈ സർക്കാരും? അപ്പോൾ ഒരു തിരക്കുമില്ലാതെ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, VIP-കൾ ഓരോരുത്തർക്കും ഓരോ പോലീസുകാരനെയൊക്കെ ഉണ്ടാക്കി അവരെ സുഖമായിട്ട് തൊഴുത് മടക്കി വിടണം. ആരെയാണ് വഞ്ചിക്കുന്നത്? ഇത് ആര് നടത്തുന്ന പരിപാടിയാണ്? ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണോ? കോടതിയെ പറ്റിച്ചില്ലേ? സുപ്രീം കോടതിയെ ഹൈക്കോടതിയൊക്കെ പറ്റിച്ചു. ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ഇപ്പം എന്താ? ക്ഷണക്കത്ത് കാണുമ്പോൾ വാസവനാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഹോർഡിങ്സിലാണെന്നുണ്ടെങ്കിൽ അയ്യപ്പനേക്കാൾ വലിയ ചിത്രമാണ് പിണറായി വിജയൻ്റെയും വാസവൻ്റെയും. അയ്യപ്പൻ മൂലക്കലിരിക്കുക. അയ്യപ്പനെ മൂലക്കലാക്കി ഹോർഡിങ്ങിൽ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് പിണറായി വിജയൻ പരമകാരുണികനായ കാരണഭൂതൻ, അങ്ങനെ ബോർഡിന്റെ തടുക്ക് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കാരണഭൂതനാണ്, അയ്യപ്പന്റെ കാരണഭൂതൻ.
ആ അയ്യപ്പന്റെ അച്ഛനായിട്ട് വരും പിണറായി വിജയൻ. കാരണഭൂതനാണ്. നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്ന പരമകാരുണികനായ പിണറായി വിജയനെ തൊഴാതെ അയ്യപ്പനെ തൊഴിയോ? ഇതാണ് ഈ നടത്തുന്ന പരിപാടിയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയ്യപ്പനെ മൂലക്കിലാക്കിയിരിക്കുകയാണ്. പിന്നെ വരാനായിട്ട് ഇത് സ്പോൺസർഷിപ്പിലൂടെ നടത്തുന്ന പരിപാടിയാണെന്നാണ്. ആരുടെ സ്പോൺസർഷിപ്പാണ്? 7 കോടി രൂപയായിട്ടാണ് അത് നടത്താൻ ചെലവ് എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അത് പുറമേക്ക് പറയുന്നത്. അതല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 7 കോടി രൂപയല്ല അവിടെ ചെലവാക്കാൻ പോകുന്നത്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് സർക്കുലർ അയച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക്, ട്രസ്റ്റിമാർക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ ക്ഷേത്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ നല്ല ലക്ഷറി ബസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ബുക്ക് ചെയ്ത് നിങ്ങൾ അയ്യപ്പ സംഗമത്തിന് വരണം. ആൾക്കാർ വേണമല്ലോ. ഇപ്പോൾ ഇതിൽ നല്ലത് കുടുംബശ്രീക്കാരോട് പറയില്ലായിരുന്നു. നല്ല കുറേ ആൾക്കാരെ കിട്ടും. CIT യൂണിയൻകാരോട് പറഞ്ഞാൽ അവരും വരും കുറേ പേര്. CIT യൂണിയൻകാരും കുടുംബശ്രീക്കാരും കൂടി വന്നാൽ കുറേ ആൾക്കാരെ അവിടെ എത്തിക്കാൻ പറ്റും. അവരൊക്കെ അയ്യപ്പ വിശ്വാസികളാണെന്ന് പറഞ്ഞ് കറുത്ത ഷർട്ട്, ചുവന്ന ഷർട്ടിന് മാത്രം കറുത്ത ഷർട്ട് ഇട്ടാൽ മതിയല്ലോ. കറുത്ത മുണ്ടോ കറുത്ത ഷർട്ടോ ഇടിയിച്ചിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആ തലയെക്കെട്ട് ചുവന്ന കട്ട് മാറിയിട്ട് ഒരു കറുത്ത തുണി തലയെക്കെട്ടാക്കുക, ഷർട്ടും മുണ്ടും കറുപ്പാക്കിയാൽ നിങ്ങൾ അയ്യപ്പനായി. നാളെ നിങ്ങൾ തിരിച്ചയക്കോ, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരുടെ ഈ പ്രതിജ്ഞ പോലെയാണ്. അപ്പൊ ഇത് ശബരിമലയിലേക്ക് അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. അവിടെ കഞ്ഞി കുടിക്കാൻ കാശില്ല. ജീവനക്കാർ പട്ടിണിയിലാണ്, ഉപവാസ സമരമാണ് കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ മുമ്പിൽ. അപ്പൊ ഉത്തരവാണ്. അപ്പൊ ആരുടെ ഫണ്ടാ? ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഫണ്ട്. ആ പണം ഉപയോഗിച്ച് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വഴിപാട് പണം, കാണിക്ക പണം ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുക. ആർക്ക് വേണ്ടിയാ? ശബരിമലയുടെ വികസനം. മണ്ണാങ്കട്ടയാണ്. ശബരിമലയിൽ ഇത്രയും നാളായിട്ട് ഒരു വികസനത്തിന്റെ ഒരു 40 രൂപ ചെലവാക്കാൻ, 4 കാശ് ചെലവാക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി വികസനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നട്ടാൽ മുളയ്ക്കാത്ത നുണയാണത്. പൊതുജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇത് ആകെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അയ്യപ്പ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പോഴും ഇവർ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് 2011-16 സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ് അതിനുശേഷമുള്ള സർക്കാർ തിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ധരിക്കുന്നത് ഇവരുടെ സർക്കാരിൻ്റെ അഭിപ്രായം യുവതീ പ്രവേശനത്തിനെതിരായിരുന്നു എന്ന ഒരു ഇംപ്രഷനാണ് അതിലൂടെ കൊടുക്കുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ ഇന്നലെ വായിച്ചു കാണും. യഥാർത്ഥത്തിൽ എന്താ സംഭവം? അവർ 2008 LDF സർക്കാർ കൊടുത്ത അഫിഡാവിറ്റാണ് ഞങ്ങളുടേത് എന്നാണ് സുപ്രീം കോടതി ബോധിപ്പിച്ചത്. പുതിയ അഫിഡാവിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 2008 കൊടുത്തത് എന്താ? യുവതികളെ പ്രവേശിപ്പിക്കണം, ഞങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ അനുകൂലമല്ല, ഈ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കണം എന്നായിരുന്നു 2008 G. സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ കൊടുത്ത അഫിഡാവിറ്റ്. സർക്കാരിന്റെ അഫിഡാവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? മന്ത്രി വാസവൻ മറുപടി പറയുന്നില്ലല്ലോ. പിണറായി വിജയൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമോ ഈ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾക്ക് മുമ്പിൽ പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ ഇടതുപക്ഷ സർക്കാർ ഈ അഫിഡാവിറ്റ് പിൻവലിക്കും, ഞങ്ങൾ ഈ നിലപാടിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് എന്ന് ആർജവത്തോടെ പിണറായി വിജയൻ പറയട്ടെ, നമുക്ക് അംഗീകരിക്കാം. ആർജവത്തോടെ പിണറായി വിജയൻ പറയട്ടെ, അയ്യപ്പന്മാര് വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെട്ട അയ്യപ്പന്മാരുടെ കേസുകൾ ഞങ്ങൾ പിൻവലിക്കും എന്ന് ആർജവത്തോടെ പിണറായി വിജയൻ പറയുമോ? ഈ 2 കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പറയാം ഇവർക്ക് മനംമാറ്റം വന്നു എന്നുള്ളത്. പറയട്ടെ, ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റ് ഞങ്ങൾ പിൻവലിക്കുക. 2008 അഫിഡാവിറ്റാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റിലടക്കം എടുത്തു കാണിച്ചിരിക്കുന്നത്. 2008 ആ അഫിഡാവിറ്റാണ്. ആർജവത്തോടെ പിണറായി വിജയൻ പറയണം ഞങ്ങളിത് പിൻവലിക്കും. ഈ അയ്യപ്പ സംഗമം അതിന് സാക്ഷ്യം വഹിക്കട്ടെ, വിശ്വാസികളോട് നീതി പുലർത്തട്ടെ. ഇതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.